സുഖമായിട്ട് നടപ്പുണ്ട്. മിനിമം 20 കൊല്ലം ജാമ്യമില്ലാത്ത വകുപ്പിൽ അകത്ത് കിടക്കുമെന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കാണ്ട് തൻ്റെ അടവുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ പരിപാടിയായിട്ട് ഇറങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടിക്കെട്ടിട്ട് വീട്ടിൽ പോയിരിക്കും. പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയധികം തോന്നിവാസങ്ങൾ കാണിച്ച കുറെ അധികം ക്രിമിനൽസ് ഇവന്മാർ ഞെളിഞ്ഞിരുന്നാണ് യൂട്യൂബിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇത് കേരളമാണ്, ഇവിടെ ഒരു പുണ്ണാക്കും നടക്കത്തില്ല. ഇവിടുത്തെ സിസ്റ്റം അട്ടർ ഫ്ലോപ്പാണ് എന്ന് ഇവന്മാർക്ക് അറിയാം. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ എനിക്കിട്ട് കേരള പോലീസ് വേണം സ്ട്രൈക്ക് തരും. അതായത് എന്റെ ഈ വീഡിയോ വേണമെങ്കിൽ കേരള പോലീസ് റിമൂവ് ചെയ്യുക, എനിക്കെതിരെ കേസ് കൊടുക്കും. കാരണം മറ്റൊന്നുമല്ല, ഞാൻ വിമർശിച്ചത് ഈ നാട്ടിലുള്ള സിസ്റ്റത്തിനാണ്, ഈ ചീഞ്ഞ് നാറിയ പുഴുവരിച്ച സിസ്റ്റത്തെ. ഞാനുള്ള കാര്യം പറയാം, നമ്മുടെയൊക്കെ നികുതിപ്പണം മുടക്കി ഇവന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതിലും ഭേദം തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന പട്ടികൾക്ക്, ചാവാലി പട്ടികൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണം. അത് നമ്മളെ കാണുമ്പോൾ വാലാട്ടിയെങ്കിലും കാണിക്കും. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MRC തൊപ്പി ആൻഡ് ഗ്യാങ്, ഈ ഗ്യാങ്ങിനെ ഏറ്റവും അധികം ഫോളോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികളാണ്. 18 വയസ്സിന് താഴെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു 25-ന് താഴെയുള്ള ആളുകൾ. കാരണം മറ്റൊന്നുമല്ല, ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഗെയിമാണ്. ഗെയിമുകൾ ലൈവായിട്ട് സ്ട്രീം ചെയ്യുക, അതിലൂടെ വരുമാനം കണ്ടെത്തുക, അതാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MRC ഗ്യാങ് ആയിക്കോട്ടെ, ഈഗിൾ ആയിക്കോട്ടെ, അതേപോലെ തന്നെ സായി പോപ്പി ആയിക്കോട്ടെ, അതുകൂടാതെ കുറേയധികം വനിതാ സ്ട്രീമേഴ്സും ഉണ്ട്. ഇവരെല്ലാവരും തന്നെ ഗെയിമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ തൊപ്പി എന്ന് പറയുന്ന ആള് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. കാരണം ഈ ആള് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് ഗെയിമിംഗ് ആണെങ്കിൽ പോലും ഇതിന് മുൻപ് പലതരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് ഈ പറയുന്ന നിഹാദ് എന്ന് പറയുന്ന തൊപ്പിപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ലൈവുകളിൽ ഏറ്റവും അധികം തെറി വിളിച്ചുകൊണ്ട് ലൈവുകൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന തൊപ്പി അല്ലെങ്കിൽ നിഹാദ്. അങ്ങനെ തന്നെയാണ് ഇയാൾക്ക് ഏറ്റവും അധികം ഫാൻ ബേസ് ഉണ്ടായത്. അതുകൂടാതെ ഷഡ്ഡിയിട്ടുണ്ട് ഡാൻസ് കളിക്കുക, അങ്ങനെയുള്ള പല കലാപരിപാടികൾ ചെയ്തുകൊണ്ട് തന്റെ സ്ട്രീമിലേക്ക് ആളുകളെ ആകർഷിക്കാണ്ട് തൊപ്പിക്ക് കഴിഞ്ഞു. അതാണ് സംഭവിച്ചത്. എന്നാൽ MRC ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന വിവാദങ്ങൾ കണ്ടപ്പോൾ എനിക്ക് കേരളത്തിലുള്ള മാതാപിതാക്കളോട് പറയാനുള്ളത്, ഈ തൊപ്പി ഉൾപ്പെടെയുള്ള ആളുകളുടെ ചാനലുകൾ നിങ്ങളുടെ മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ കൊണ്ട് അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യിക്കുക. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ കുട്ടികൾ വഴിതെറ്റാണ്ട് ഇതിലും നല്ലൊരു കോച്ചിങ് സെന്റർ വേറെ ഇല്ല. ഇപ്പൊ ഈഗിൾ ഗെയിമിംഗ് ആണെങ്കിലും സായി പോപ്പി ആണെങ്കിലും മറ്റ് സ്ട്രീമേഴ്സിനെയൊക്കെ ആണെങ്കിലും നിങ്ങളൊന്ന് എടുത്ത് വെച്ച് നോക്കുക. അവർ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള എല്ലാ കണ്ടന്റുകളെ കുറിച്ചും സംസാരിക്കാറുണ്ട്, അത്തരം കണ്ടന്റുകളിൽ ഇടപെടാറുമുണ്ട്. ഇപ്പൊ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ചാനല്, ആ ഒരു ചാനലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ടെലഗ്രാം മാഫിയ എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ പൊളിച്ചടിക്കൊണ്ട് രംഗത്ത് വന്നത്. അതിന്റെ പേരിൽ കുറെ അധികം ഭീഷണികളും ആ ഒരു വ്യക്തി നേരിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള നല്ല വിൽ പവർ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ചാനലിന്റെ ആള്. എനിക്കത് അതിന്റെ പേര് വ്യക്തമായിട്ട് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചാനലിന്റെ പേര് മാത്രം പറയുന്നത്. അതേപോലെ സോഷ്യലി നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള കുറെ അധികം സ്ട്രീമേഴ്സ് ഉണ്ട്. പക്ഷെ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയൊന്നും അല്ല. ഇയാളുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും പലപ്പോഴും ലഹരിമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാളുടെ ഫ്ളാറ്റിൽ നിന്നൊക്കെ ലഹരിമരുന്ന് പിടിച്ചിട്ടുണ്ട്. അതാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ വന്ന് കഥ ചവിട്ടി പൊളിച്ചതും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ വാർത്തകളിലൂടെ മറ്റൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഷമീർ, മമ്മു തുടങ്ങിയ ആളുകൾ വന്ന് കുറെ അധികം വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇയാളെ മമ്മുവിനെ കൊണ്ട് ഷഡ് കഴിയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കുറെ അധികം വെളിപ്പെടുത്തലുകൾ വന്നത്. എന്തായാലും ഇതിനകത്ത് എനിക്ക് കേരള പോലീസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ രാജിവെച്ച് വല്ല കിളയ്ക്കാനും പോകും. ഈ പച്ചക്കറിക്കും അരിക്കും വേണ്ടിയിട്ട് തമിഴ്നാടിനെ ആന്ധ്രേനെയൊക്കെ ആശ്രയിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം എന്തായാലും നിങ്ങൾ ഞങ്ങളുടെയൊക്കെ നികുതി പണം കൊണ്ട് ശമ്പളം മേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞത് വല്ല കിളയ്ക്കാനും പോകും. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം നിങ്ങളെ കൂടെ കിട്ടട്ടെ. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം MRC ഷമീറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ലൈവ്, അതുകൂടാതെ MRC തൊപ്പിയുടെ ഭാഗത്തു നിന്ന് വന്ന ലൈവ്, ഈ ലൈവുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവന്മാരെല്ലാം തന്നെ ഡ്രഗ് അഡിക്റ്റുകളാണ്. അതേപോലെ തന്നെ പല പല ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവന്മാരുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളാണ്. ആ കൊച്ചു കുട്ടികളെ പോലും ഇവന്മാർ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവന്മാർ തന്നെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്. സംശയമുള്ളത് കേൾപ്പിച്ചു തരാം. ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് വളച്ചു. അവര് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഈ പറഞ്ഞ പോലെ അവര് ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മളിത് യൂസ് ചെയ്തു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പറഞ്ഞ ചെറിയ പെണ്ണുണ്ടല്ലോ, ഇവന് ഇഷ്ടമായ ചെറിയ പെണ്ണ്, 18ആകാത്ത പെണ്ണ്. ആ 18ആകാത്ത പെണ്ണിനാ ഈ പറഞ്ഞ പോലെ, ഈ 18ആകാത്ത പെണ്ണ് എന്റെ കൂടെ റൂമിൽ എല്ലാം പൈസ കൊടുത്ത് മിക്കവാറും നാളത്തേക്ക് ഇതിന്റെ ഇത് കളയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കേരളത്തിലുള്ള ഓരോ മാതാപിതാക്കളും ഈ ഒരു വാക്ക് കേട്ടല്ലോ, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടി അതിന് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇവനെയൊക്കെ വിശ്വസിച്ച് ഫോളോ ചെയ്ത് ഇവന്റെയൊക്കെ ഫാൻസ് ആയിട്ട് വരുന്ന കുട്ടികൾ, അവരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. എല്ലാ സ്ട്രീമേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്. ഇങ്ങനെ കുറെ നായിന്റെ മക്കളുണ്ട്, ഇവന്മാർ കാണിച്ചു കൊടുക്കുന്ന തന്തയിലായ്മയെ കുറിച്ചാണ് പറയുന്നത്.
ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പറയുമ്പോൾ സത്യം പറയാം നിങ്ങളോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്. ഈ നാട്ടിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നവന് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അവന് പെറ്റി അടിക്കാൻ വേണ്ടിയിട്ടും അവൻ അണ്ണാക്കിലോട്ട് ബ്രത്ത് അനലൈസർ വെച്ചിട്ട് ഊതിക്കോ എന്ന് പറഞ്ഞിട്ട് ഊതി കഴിയുമ്പോൾ വല്ല ബീപ്പ് അടിച്ചു കഴിഞ്ഞാൽ അവന്റെ പേര് പെറ്റി കേസ് എഴുതാനും മാത്രമല്ല നിങ്ങൾക്ക് കാക്കിയും തോക്കും തന്നു വിട്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യേണ്ട. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ പേരിൽ നിങ്ങൾ അന്യസംസ്ഥാന തൊഴിലാളികളെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരെ. ഇത്തരത്തിലുള്ള കൃമി കീടങ്ങൾ നമ്മുടെ നാട്ടിനകത്തുണ്ട്. ഇവന്മാരെ അറസ്റ്റ് ചെയ്യണം. ഈ അരിക്കകത്തുനിന്ന് അല്ലെങ്കിൽ കഞ്ഞിക്കരത്തിനകത്തുനിന്ന് കഞ്ചാവ് പിടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാർത്തകൾ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കയ്യടി നേടുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ നടപടി സ്വീകരിച്ചില്ല? ഇത് മറ്റേതെങ്കിലും സ്റ്റേറ്റിലായിരുന്നെങ്കിൽ ഈ സമയത്ത് യുവന്മാർ ജയിലിനകത്തായിരുന്നു. ഇനി നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം ക്ലിപ്പുകൾ ഇവിടെ വെക്കാം. ഇത് അടുത്ത ഒരു ക്ലിപ്പ് കണ്ടു നോക്കൂ. യൂട്യൂബ് പ്ലാറ്റ്ഫോമിലാണ് യുവന്മാർ ലഹരി എടുത്തു വെച്ച് കാണിക്കുന്നത്. അപ്പൊ അടുത്ത വേറൊന്ന് കാണിക്കും. അപ്പൊ അതും പ്ലാൻഡാന്ന് പറയണേ. അല്ല ഒന്ന് പുറത്തിട്ട് കാറിന്റെ അറിയാം ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ മറ്റേതാ അനാൻസാന്റെ ഓർത്തോളാ എന്താ ഈ കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെ വരണം. അതന്നെയാണ് ബുദ്ധി. അവസ്ഥയാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാണ്ട് മറ്റേത് ഓർത്തു അനാൻസാന്റെ കിട്ടിയ വീഡിയോ അല്ലത്. ഇത് ഇത് വീഡിയോ ആണ്. പക്ഷെ ഇതില് മറ്റേ ഓനെ പറ്റി പറയുന്നുള്ളൂ. ബാക്കിയുള്ളത് ആ വീട്ടിൽ നമ്മൾ വ്ലോഗ് കാണുമ്പോ പറയുന്നത്. വ്ളോഗ് കാണുമ്പോ പറയുന്നത് അതല്ല. മറ്റേ വീഡിയോ കാറിനുള്ള വീഡിയോ കാണിക്കുക. ആദ്യം അത് കാണിച്ചു കൊടുക്കും ഇവർക്ക്. അല്ലാണ്ട് ഇവന്മാര് വിശ്വസിക്കൂല. അത് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനകത്ത് മറ്റേതൊരു വ്ളോഗറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരുടെ പ്രൈവസിയിലോട്ടൊന്നും ഞാൻ കടന്നു കയറാണ്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരുന്നെങ്കിൽ ഈ സമയം യുവന്മാരകത്താണ്. എന്തുകൊണ്ട് കേരളത്തിൽ നടപടി എടുക്കുന്നില്ല? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മുടെ കേരള പോലീസിനടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള സൈബർ സെല്ലിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ കേരള പോലീസിനടുത്തോ നമ്മളൊരു കംപ്ലൈന്റ് വേണ്ടി ചെല്ലുകയാണ്. സോഷ്യൽ മീഡിയയിൽ കുട്ടികളെ തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകളെ തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പരാതി എടുത്ത് നമ്മുടെ കേരള സൈബർ സെല്ലിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഇത് യൂട്യൂബിൽ നടക്കുന്ന കാര്യം, ഇതിനകത്ത് നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ അവിടെ കാക്കിയിട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഈ നാട്ടിലൊരു സൈബർ സെല്ലുള്ളത്? എപ്പോൾ എന്തൊരു പരാതിയും കൊണ്ട് വന്നാലും നിങ്ങൾ പറയുന്നത് ഇത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്ന കാര്യമാണ്, ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് നടപടിയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അത് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ നടന്നൊരു സംഭവമാണ്. ഒരു ചാനലിൽ എന്തോ ഒരു വർക്ക് നടക്കും, അല്ലെങ്കിൽ ചാനലിൽ എന്തോ ഒരു പരിപാടിയോ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റോ അങ്ങനെ എന്തോ സംഭവത്തിനകത്ത് വന്ന കാര്യമാണ്. അതിനകത്ത് ഒരു യുവ ഡോക്ടർ പറയുന്നുണ്ട് തങ്ങളുടെ മുന്നിലെത്തുന്ന ബോഡീസ്, ആ ബോഡീസിൽ പുരുഷ സൈസ് നോക്കിയിട്ട് തങ്ങൾ അതിനെക്കുറിച്ച് പരസ്പരം പറഞ്ഞു, കൂട്ടുകാരികൾ തമ്മിൽ ചിരിച്ച് സംസാരിക്കാറുണ്ടോ എന്ന് അവർ പറഞ്ഞു. അതിന്റെ പേരിൽ സ്വമേധയാ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തു. അവർക്കെതിരെ ഇപ്പൊ വാറന്റ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. കേസ് അന്വേഷണം ആരംഭിച്ചു. ഇത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു ചുക്കും നടക്കത്തില്ല. അതാണ് സംഭവിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു നടപടി തുടങ്ങണമെന്ന് പറഞ്ഞു. ലഹരിയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് ലഹരി എടുത്തു വെച്ച് കാണിച്ചിട്ട് ഇവനെയൊക്കെ ഒരു ചുക്കും ചെയ്യാണ്ട് കേരള പോലീസിന് സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും കഴകത്തില്ലാത്തവന്മാരെയാണ് നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റ് വെച്ചുകൊണ്ട് ഇരുന്നിട്ട് ഈ തൂഫാൻ എന്ന് പറയുന്ന പരിപാടി നടത്തുന്നതെങ്കിൽ അത് അങ്ങ് നിർത്ത്. വെറുതെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടണ്ട. ഈ പ്രായത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയധികം തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇവന്മാര്. ഈ കേസുകളിലൊന്നും തന്നെ നടപടി എടുക്കത്തില്ല. അതാണ് തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ പേരിൽ നിങ്ങളൊരു നടപടി അങ്ങ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിനൊക്കെ മുൻപ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തൻ്റെടമുണ്ടെങ്കിൽ, തണ്ടലിന് ഉറപ്പുണ്ടെങ്കിൽ ഒരു നിയമം പാസ്സാക്കാവോ? ഒരു ബീഡിക്കുള്ള കഞ്ചാവ് കൈവശം വെച്ചാൽ പോലും 20 വർഷം മിനിമം അകത്ത് കിടക്കുമെന്ന് പറയുന്ന ഒരു നിയമം പണ്ടൊരു നിയമം ഉണ്ടായിരുന്നു. അങ്ങനെ ആ നിയമം മിനിമൈസ് ചെയ്താണ് ഇപ്പോൾ 1 കിലോ കൈവശം വെച്ച് കഴിഞ്ഞാൽ മാത്രം ജാമ്യം ഇല്ലാത്ത വകുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്നിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അങ്ങനെ 5-6 കിലോ ആയിട്ട് പിടിച്ചവന്മാരൊക്കെ എപ്പോഴും പുറത്തിറങ്ങി സുഖമായിട്ട് നടപ്പുണ്ട്. മിനിമം 20 കൊല്ലം ജാമ്യമില്ലാത്ത വകുപ്പിൽ അകത്ത് കിടക്കുമെന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കാണ്ട് തൻ്റെ അടവുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ പരിപാടിയായിട്ട് ഇറങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടിക്കെട്ടിട്ട് വീട്ടിൽ പോയിരിക്കും. പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയധികം തോന്നിവാസങ്ങൾ കാണിച്ച കുറെ അധികം ക്രിമിനൽസ് ഇവന്മാർ ഞെളിഞ്ഞിരുന്നാണ് യൂട്യൂബിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇത് കേരളമാണ്. ഇവിടെ ഒരു പുണ്ണാക്കും നടക്കത്തില്ല. ഇവിടുത്തെ സിസ്റ്റം അട്ടർ ഫ്ലോപ്പാണ് എന്ന് ഇവന്മാർക്ക് അറിയാം. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ എനിക്കിട്ട് കേരള പോലീസ് വേണം സ്ട്രൈക്ക് തരും. അതായത് എന്റെ ഈ വീഡിയോ വേണമെങ്കിൽ കേരള പോലീസ് റിമൂവ് ചെയ്യുക, എനിക്കെതിരെ കേസ് കൊടുക്കും. കാരണം മറ്റൊന്നുമല്ല, ഞാൻ വിമർശിച്ചത് ഈ നാട്ടിലുള്ള സിസ്റ്റത്തിനാണ്. ഈ ചീഞ്ഞ് നാറിയ പുഴുവരിച്ച സിസ്റ്റത്തെ. ഞാനുള്ള കാര്യം പറയാം, നമ്മുടെയൊക്കെ നികുതിപ്പണം മുടക്കി ഇവന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതിലും ഭേദം തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന പട്ടികൾക്ക്, ചാവാലി പട്ടികൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണം.
അത് നമ്മളെ കാണുമ്പോൾ വാലാട്ടിയെങ്കിലും കാണിക്കും. അപ്പൊ ശരി എന്നാ.